ഹായ് ഹലോ ഗുഡ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആൽഫി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയൊരു യാത്രാ വിശേഷങ്ങളുമായിട്ടാണ്. അതെ, ഞാൻ ഇന്നൊരു വലിയൊരു യാത്ര പോവുകയാണ്. സോ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് നിങ്ങളെ വഴിയെ ഞാൻ കാണിക്കുന്നതാണ്. രാവിലെ 5 മണിക്ക് ഇറങ്ങണമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ റെഡിയായി വന്നപ്പോഴത്തേക്കും 5:45. എന്നാലും സാരമില്ല, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ പോയാലോ? അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ MC റോഡ് കയറിയിരിക്കുകയാണ്. നമ്മൾ കൊട്ടാരക്കര വഴിയാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് തവണ ഞാൻ ഈ MC റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്, അതും പല പല സമയങ്ങളിൽ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളവും എൻ്റെ വീട് വെഞ്ഞാറമൂടുമാണ്. പക്ഷേ ഈ അതിരാവിലെ തന്നെയുള്ള യാത്ര എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ വെളിച്ചം നിറഞ്ഞ ആകാശവും നല്ല മെലഡി സോങ് കേട്ട് അങ്ങനെ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ഓടിയെത്തിയപ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തു തുടങ്ങി. ഇപ്പോൾ സ്ഥലം വാളകെത്തി. ഇനി കുറച്ചു ദൂരം കൂടിയുള്ളൂ കൊട്ടാരക്കരയിലേക്ക്. അങ്ങനെ മെലഡി സോങ് കേട്ട് മടുത്തപ്പോൾ ഒരു ചേഞ്ചിന് പാട്ട് മാറ്റാന്ന് വെച്ചു. അങ്ങനെ കുറച്ചു ദൂരം ഓടി നമ്മൾ അടൂരും തിരുവല്ലയും കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ടു ആലപ്പുഴ റോഡ് കയറാൻ പോവുകയാണേ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് ഈ ഒരു റോഡ് അതിമനോഹരമാക്കിയിട്ടുണ്ട്. എത്ര തന്നെ ഈ റോഡിൽ കൂടി യാത്ര ചെയ്താലും മതി വരില്ല. അത്ര അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുട്ടനാടിൻ്റെ ഭംഗിയും നല്ല താറാക്കൂട്ടങ്ങളും വലിയ പാടങ്ങളും അതിൽ വന്നിരിക്കുന്ന കൊക്കുകളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായ കാഴ്ചയാണ് ഈ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നും ഞാൻ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നല്ല ചൂടോടുകൂടിയുള്ള പാലപ്പവും താറാവും അപ്പാസും കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ അത് പ്രതീക്ഷിച്ചാണ് അവിടെ പോയത്. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അത് ക്ലോസ്ഡായി എന്ന്. സമയം കുറേ ലേറ്റായത് കൊണ്ടിട്ട് വേറെ ഒന്നും നോക്കിയില്ല. അടുത്ത റെസ്റ്റോറൻറ്റ് തപ്പിയായി യാത്ര. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലെത്തി. വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ കാണുന്നത് ആലപ്പുഴ ടൗണിലേക്കാണ്. തീരെ സമയമില്ലാത്തത് കൊണ്ടും റഷ് ടൈം ആയതുകൊണ്ടും നമുക്ക് പോവേണ്ടത് എറണാകുളം റൂട്ടായതുകൊണ്ടും നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് ബൈപ്പാസിലേക്ക് കയറാമെന്ന് വെച്ചു. അങ്ങനെ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് വന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ് നോക്കി, ഒന്നും തന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ പാതിരപ്പള്ളിയിൽ വെച്ച് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇനി ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാട്ടോ. ഹായ് ഹലോ ഗുഡ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വിശന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന കടയുടെ പേര് സൺഷെയ്ഡ് റെസ്റ്റോറൻ്റ് ആണ്. നല്ല വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അടിപൊളി സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആട്ടോ ഇവിടെ ഉള്ളത്. നല്ല ഗ്രീൻ കളറിൽ യെല്ലോഷ് വരുന്ന ഒരു അടിപൊളി തീമാണ് ഇവർ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം, നൂലപ്പം ആൻഡ് ബീഫ് കുറുമ ആൻഡ് എഗ്ഗ് കറിയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ബീഫാണ് കേട്ടോ. അടിപൊളി വെച്ചിട്ട് ഇനി നമുക്ക് എഗ്ഗ് കറി നോക്കാം. ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്ലേറ്റൊക്കെ
ഫുള്ള് കാലിയാണ്. അത്ര അടിപൊളി ടേസ്റ്റുള്ള ഫുഡാട്ടോ ഇവിടുത്തെ. ചേട്ടാ ഫുഡൊക്കെ കഴിച്ചു, ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടിട്ട് ജസ്റ്റ് ഇവിടെ കയറിയതാണ്. അപ്പൊ നമുക്ക് അത്രയൊന്നും ഓർഡർ ആക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഫുഡൊക്കെ എന്താണ്? മൈക്കില് മൈക്ക് ഇങ്ങനെ വെച്ചാൽ മതി. വൈകുന്നേരം ആണ് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത്. ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്, അറേബ്യൻ സാധനം ഫുഡുകളുണ്ട്. അപ്പോൾ നമ്മുടെ സൺഷെയ്ഡ് റെസ്റ്റോറൻറ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നും എറണാകുളം പോകുന്ന റൂട്ടിലെ പാതിരപ്പള്ളിയിലാണ്. ഇവിടെ അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങിയത് കലവൂർ വഴിയാണ്. ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് മാക്സിമം നമ്മൾ ബീച്ച് സൈഡിൽ കൂടിയാണ് യാത്ര ചെയ്തത്. ഇതാണ് കലവൂർ ബീച്ച്. നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്തത്. ഈ ബീച്ച് അത്യാവശ്യം അടിപൊളി ബീച്ചാണ്. ബിക്കോസ് അധികം ക്രൗഡഡ് ഒന്നും അല്ല. സേവ് ദ ഡേറ്റ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് നമ്മളെ കലവൂർ ബീച്ച്. ഏതായാലും ഇവിടെ വന്നതല്ല, ഞാനും എടുത്തു 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് കടലും കായലും ഒന്നിക്കുന്നത്. ആദ്യം ഞാനത് മാപ്പിലാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മുമ്പൊന്നും ഞാൻ ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കണ്ടുകൊണ്ട് നേരെ പോകുന്നത് ചെല്ലാനം ബീച്ചിലേക്കാണ്. ഹായ്, അപ്പൊ നമ്മുടെ യാത്ര വന്ന് നിൽക്കുന്നത് ഇന്ന് ചെല്ലാനം ബീച്ചിലാണ് കേട്ടോ. ഇതുവഴി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അടിപൊളി വ്യൂ ആണ്. ഒരു കാമൻ ക്വയറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാനൊന്ന് വ്യൂ കാണിച്ചു തരാം. അങ്ങനെ ചെല്ലാനത്തിന്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് കുമ്പളങ്ങിയിലേക്കാണ്. കുമ്പളങ്ങി നൈറ്റ്സ് മൂവിക്ക് ശേഷം കുമ്പളങ്ങി അറിയാത്ത ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ മാതൃകാ വിനോദസഞ്ചാര ഗ്രാമമാണ് നമ്മുടെ കുമ്പളങ്ങി. അതുകൊണ്ട് തന്നെ കുമ്പളങ്ങി വിനോദസഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഇടവും കൂടിയാണ്. ഇതാണ് വെളി ഗ്രൗണ്ട്. കുമ്പളങ്ങിക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. ഞാൻ എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഇടവും കൂടിയാണ് കേട്ടോ ഫോർട്ട് കൊച്ചി. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളമാണ്. സോ എപ്പോഴൊക്കെ നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ടായാലും ഫോർട്ട് കൊച്ചി നമ്മൾ മിസ്സാക്കാറേ ഇല്ല. എസ്പെഷ്യലി നൈറ്റ് വ്യൂ. നൈറ്റ് ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂവും അടിപൊളി എൻ്റർടൈൻമെൻറ്റുമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ളത്. ക്രിസ്മസും ന്യൂ ഇയർ ആണെങ്കിൽ പറയുകയും വേണ്ട. ഇനി നമുക്ക് കുറച്ച് ഫോർട്ട് കൊച്ചി വിശേഷങ്ങൾ കാണാം. ഈ വീട് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ ഇത്. ഫോർട്ട് കൊച്ചി വരുമ്പോഴൊക്കെ ഞാൻ ഇതുവഴി പാസ് ചെയ്യാറുണ്ട്. ഇന്നിവിടെ വലിയ തിരക്കില്ല കേട്ടോ. ചില ടൈമിൽ ഇവിടെ കാല് കുത്താൻ പറ്റില്ല, അത്രത്തോളം തിരക്കാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചി റോറോയിലേക്കാണ് കേട്ടോ. ബിക്കോസ് നമുക്ക് പോകേണ്ടത് തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചി റോറോയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നതാണ് കേട്ടോ വാട്ടർ മെട്രോ. മുൻപ് ഞാൻ ഇതിൽ കയറിയത് കൊണ്ടും ഇപ്പം തീരെ സമയമില്ലാത്തത് കൊണ്ടിട്ടും നമ്മളിപ്പോൾ ഇതിൽ കയറുന്നില്ല. ഇതൊരു 1.5 പൊളി ഐറ്റമാണ്. ഈ ചൂടുകാലത്ത് എ സിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കൊച്ചിക്കാലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻപ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്കാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. വാട്ടർ മെട്രോയുടെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ ഡീറ്റെയിൽസും പറയുന്നതാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡിൽ ഒരുപാടധികം കണ്ടുവരുന്ന ഷോപ്പുകളാണ് കേട്ടോ ഇത്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് എവിടെയും കയറിയില്ല കേട്ടോ. നമ്മൾ റോറോ വഴി നേരെ വൈപ്പിലേക്ക് പോകാമെന്ന് വെച്ചു. വെറും 65 രൂപയാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് അവർ ചാർജ് ചെയ്തത്. 1 ഹവറിന് മുകളിലോട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ബിക്കോസ് ഒരു റോറ് കംപ്ലൈൻ്റ് ആയത് കൊണ്ടിട്ട് ഒരു റോറോ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിയത്. അവസാനം അങ്ങനെ നമ്മൾ റോറോയിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിയിൽ നിന്നും നമ്മുടെ വൈപ്പിലോട്ടുള്ള ഈ ഒരു യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അന്നേ റസൂൽ മൂവിയിൽ നമ്മുടെ സണ്ണി വെയിൻ പറഞ്ഞതുപോലെ എത്ര കടൽ കടന്നാലും
കൊച്ചിയിൽ നിന്ന് വൈപ്പിലോട്ടുള്ള യാത്രാ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അത് സത്യമാണ് കേട്ടോ. നമ്മുടെ റോറോയുടെ ഈ ഒരു യാത്ര അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. റോറോന്നിറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. എനിക്ക് നല്ല തലവേദന എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചായയും കട്ട്ലറ്റും കഴിക്കാന്ന്. അങ്ങനെ നമ്മൾ ഈ കടയിലേക്ക് കയറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാവേ. ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. ഞാനൊരു സമൂസയും കൂടി എടുത്തായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതും കൂടി നിങ്ങളെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണം. ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി സമൂസ, രക്ഷയില്ല. അയ്യമ്പലി ഹരിലക്ഷ്മി ഫുഡ് കോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചത്. അടിപൊളി സ്നാക്സ് ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു സാധനം റെയർ ആണ് കേട്ടോ. ഇതിന്റെ പേര് കൊപ്ര ബിസ്ക്കറ്റ് ആണ്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടാറില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെയാണ് ലാസ്റ്റ് ആയിട്ട് എടുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെറായി മാലിങ്കര വഴി കൊടുങ്ങല്ലൂർ എത്തി നിൽക്കുകയാണ്. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കൊടുങ്ങല്ലൂർ ഭരണി. കേരളത്തിലെ ഏറ്റവും തീവ്രവും പ്രാചീനവുമായ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. അത് നടക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കൊരട്ടിയിലേക്കാണ്. ഇതാണ് കൊരട്ടി ജംഗ്ഷൻ. ഇനി നമ്മൾ പോകുന്നത് മണിച്ചേട്ടന്റെ നാടായ ചാലക്കുടിയിലേക്കാണ്. സമയം 3 മണിയായ കേട്ടോ. ഇതുവരെയായിട്ട് ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചാണ് ഈ പോക്ക്. ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചാലക്കുടി അങ്കമാലി ഹൈവേയിൽ മുരിങ്ങൂർ എന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയതുകൊണ്ട് തന്നെ ഊണിന് കുറച്ച് ഗ്രേവീസ് ഒക്കെ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും സാരമില്ല, എനിക്ക് ഊണാണ് പൊതുവെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഊണ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് എന്നുള്ളത്. യെസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ മാങ്ങാക്കറിയാണ്, അങ്കമാലി മാങ്ങാക്കറി. ഇത് സാമ്പാർ, ഇത് ചിക്കൻ റോസ്റ്റ്, പിന്നെ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചോറ്, മാങ്ങ അച്ചാർ, പിന്നെ സലാഡും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തന്നെ ഫസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാമ്പാർ ചെയ്യാം. സാമ്പാർ അടിപൊളി. ഇനി നമ്മുടെ ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ് ടേസ്റ്റ് അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആംബിയൻസ് കാണിച്ചു തരാന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ആംബിയൻസ്. ഇത് ഇൻഡോർ ആംബിയൻസ് ആണ്. ഇവിടുത്തെ അടിപൊളി ആംബിയൻസ് ആണ്. ഇനി നമുക്ക് ഔട്ട്ഡോർ ആംബിയൻസ് കാണാം. യെസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ആംബിയൻസ്. അടിപൊളി ആംബിയൻസ് ആണ്. ഈവനിങ് ടൈമിൽ നമുക്ക് എല്ലാ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ കടയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മുരിങ്ങൂർ, നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവർ മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ആംബിയൻസും അടിപൊളി ഫുഡും ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ ആ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി ഡീസലും അടിച്ചു. പിന്നെ യാത്രയും തുടങ്ങി. അങ്ങനെ അങ്കമാലിയിൽ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് പെരുമ്പാവൂരിലേക്കാണ്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. പുഴയിലൊന്നും വെള്ളമൊന്നുമില്ല, പക്ഷേ നടുവിലായിട്ട് എന്തോ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് പെരുമ്പാവൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് നേരെ മാമലക്കണ്ടത്തേക്കാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മാമലക്കണ്ടം വഴി യാത്ര ചെയ്യാന്നുള്ളത്. വന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ വിചാരിച്ച മാമലക്കണ്ടം വഴി പോകാമെന്ന്. പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ വഴിയോടത്ത് ഇത്രയും ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്നത്. ഫ്രൂട്ട്സിനോട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അപ്പം തന്നെ ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി. കണ്ണി കണ്ട് എന്തൊക്കെയോ വാങ്ങിക്കോട്ടി ഡിക്കിയിലിട്ട് അവരോട് ഭയം പറഞ്ഞ് യാത്ര തുടങ്ങി. അങ്ങനെ കോതമംഗലത്ത് നിന്ന് അടിമാലി മൂന്നാർ റൂട്ട് കയറി.
അങ്ങനെ ഇവിടെ നിന്ന് പോകുമ്പോൾ മാമലക്കണ്ടം ഡീവിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഡൗട്ടുള്ളവർ ആരോടെങ്കിലും കുട്ടമ്പുഴ റൂട്ട് ചോദിച്ചാൽ മതി. മാമലക്കണ്ടത്തിന്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ടൗണാണ് കുട്ടമ്പുഴ. അങ്ങനെ നമ്മൾ ഫൈനലി കുട്ടമ്പുഴ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. മെയിൻ റോഡിന്റെ തിരക്കുകളിൽ നിന്നുമൊക്കെ ഒതുങ്ങി അത്യാവശ്യം പച്ചപ്പ് നിറഞ്ഞതും പീസ്ഫുള്ളുമായിട്ടുള്ള റോഡാണ് കുട്ടമ്പുഴയിലേക്കുള്ളത്. ഇവിടെ നമുക്കൊരു ഡീവിയേഷൻ കാണാം. തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ മൂന്നാർ പോകേണ്ടവർക്ക് വലത്തോട്ട് തിരിഞ്ഞ് നേര്യമംഗലം വഴിയും പോകാം. അങ്ങനെ ആദ്യമായിട്ട് ഒരു അനിമൽ ക്രോസിംഗ് റോഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് അങ്ങോട്ടെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. കുട്ടമ്പുഴയിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ കാടിന്റെ ഭംഗി ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കുന്നു ഒരു പിടിയുമില്ല. ഞാൻ ഒരുപാടധികം എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് മാമലക്കണ്ടം റൂട്ടിലേക്ക് പോകുന്നത്. നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് കേട്ടോ. പോകെ ആകാശത്തിന്റെ നിറവും നല്ലപോലെ മാറുന്നുണ്ട്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് കുട്ടമ്പുഴയിലേക്കെന്ന് അറിയില്ല. എന്തായാലും ബാക്കി കാഴ്ചകൾ വീഡിയോയിൽ കാണാം. ഞാനിപ്പോ നിൽക്കുന്നത് കുട്ടമ്പുഴയാണ് കേട്ടോ. നൈസ് വ്യൂ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സംഗീതമാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോ കാണിക്കാം. നമുക്കൊട്ടും തന്നെ സമയമില്ലാത്തത് കൊണ്ടിട്ട് പക്ഷി സങ്കേതം കാണാൻ നിന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നല്ല കാറ്റാണ്. അത് എന്തുമാത്രം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്രത്തോളം കാറ്റുണ്ട് ഇവിടെ. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് മാങ്ങകളെല്ലാം റോഡിൽ വീണിട്ട് എല്ലാവരും വണ്ടി നിർത്തി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ കൗതുകത്തോടെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടൻ നമുക്കും കുറച്ച് മാങ്ങകൾ കൊണ്ടുവന്ന് തന്നു. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതുമാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലോ വഴി ചോദിച്ചാലോ ഒരു മടിയും കൂടാതെ പറഞ്ഞു തരുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അവിടുന്ന് തന്ന മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അതൊരു എക്സ്ട്രീം ലെവല് തന്നെയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടമ്പുഴ ടൗണിലെത്തി. അധികം തിരക്കുകളും കടകളും ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു ടൗണാണ് കുട്ടമ്പുഴ ടൗൺ. ഇവിടെ നമുക്കൊരു പെട്രോൾ സ്റ്റേഷൻ കാണാം. ഈ ഒരു ടൗൺ കഴിഞ്ഞാൽ മാമലക്കണ്ടത്തേക്ക് വേറെ പെട്രോൾ സ്റ്റേഷൻ ഇല്ല. ഈ ടൗണിൽ നിന്ന് വലത്തോട്ട് ചെറിയൊരു കയറ്റം കയറി പോകുന്നതാണ് മാമലക്കണ്ടം ഡീവിയേഷൻ. അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകുന്നതാണ് ബെറ്റർ, ബിക്കോസ് നമ്മളെ ഗൂഗിൾ മാപ്പിനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മാമലക്കണ്ടം റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ റോഡൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. മാമലക്കണ്ടത്തിന്റെ ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം ഈ ചെറിയൊരു കലങ്ക് പാലം. മഴയില്ലാതിരുന്നുകൊണ്ടാവാം ഈ അരുവിക്ക് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമായിരുന്നു. ഫൈനലി നമ്മളങ്ങനെ മാമലക്കണ്ടം റോഡ് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് റോഡൊക്കെ വളരെയധികം മോശമാണെന്ന് വെച്ചാൽ തീരെ മോശമാണ്. കട്ട ഓഫ് റോഡാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് കേട്ടോ മാമലക്കണ്ടം. അതുപോലെ തന്നെ ധാരാളം വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലവും കൂടിയാണ് നമ്മുടെ മാമലക്കണ്ടം. ഇന്ന് കേരളത്തിൽ എക്സ്ട്രീം ലെവലായിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരി ഉള്ളത് നമ്മുടെ ഈ മാമലക്കണ്ടത്താണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം പേരും ജീപ്പിനെ ആശ്രയിച്ചാണ് കേട്ടോ കഴിയുന്നത്. അങ്ങനെ വഴിയെ വെച്ച് നല്ല മഴ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് നോക്കുമ്പോൾ ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആന എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മൾ ആനയൊന്നും കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി, നല്ല മഴയും നല്ല ഇരുട്ടുമായി. നല്ല മഴയാണ്, ഒരു ചായ കുടിക്കാനായിട്ടൊരു പൂതി കേട്ടോ. പൊതുവേ മലയാളികൾക്ക് മഴ വരുമ്പോൾ ചായ കുടിക്കണം എന്നാണല്ലോ. അങ്ങനെ നോക്കി വരുമ്പോൾ ദാ കാടിൻ്റെ നടുവിലായിട്ടൊരു ചായക്കട. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി. മഴ, കാട്, ചായ, ആഹാ അന്തസ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ചേച്ചിയോട് മാമലക്കണ്ടത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ബൈയും പറഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിച്ചു. മാമലക്കണ്ടം മുഴുവനും കണ്ടു തീർത്തേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ആനക്കുളത്തേക്കാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആനക്കുളത്തേക്ക് പോയാൽ ആന വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ആനക്കുളത്തേക്ക് പോവുകയാണേ. അപ്പോൾ നമുക്കും ആനയെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. മാമലക്കണ്ടത്ത് നിന്ന് ആനക്കുളത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ ആനക്കുളം സെർച്ച് ചെയ്യരുത്.
ഇവിടെ നിന്ന് ആനക്കുളത്തേക്ക് ഒരു കാട്ടുപാതയുണ്ട്. അതൊരു എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് തന്നെയാണ്. അതുവഴി പ്രൈവറ്റ് വണ്ടികൾക്ക് അനുമതി ഇല്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമേ അതിനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇരുമ്പ് പാലം സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ആനക്കുളം സെർച്ച് ചെയ്ത് പോകുന്നതാണ് നല്ലത്. നമ്മൾ പോയ ഈ വഴിയും അത്യാവശ്യം നല്ല ഓഫ് റോഡായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഡീവിയേഷൻ തെറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവഴിയാണ് നമ്മൾ പോയത്. പിന്നെ നമ്മളെ വണ്ടിക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ടിട്ടും നമ്മുടെ വണ്ടി താറായത് കൊണ്ടിട്ടും അത്യാവശ്യം കയറിപ്പോന്നു. രാത്രി ഇതുവഴി പോകുന്നവർ മാക്സിമം ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പണി കിട്ടും. അത്യാവശ്യം നല്ല ഓഫ് റോഡിന് ശേഷം നമ്മൾ നല്ലൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ടേ. ഇതും അത്യാവശ്യം നല്ലൊരു കാട് തന്നെയാണ്. ഇനി ഇവിടുന്ന് അരമണിക്കൂറുണ്ട് ആനക്കുളത്തേക്ക്. പോകുന്ന വഴിയിൽ അത്യാവശ്യം കോടമഞ്ഞുള്ളത് കൊണ്ടും ഇടുങ്ങിയ റോഡായതുകൊണ്ടും കുത്തനെയുള്ള ബെൻഡ് വളവായത് കൊണ്ടിട്ടും ഇവിടെ വരുന്നവർ മാക്സിമം കെയർഫുള്ളായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഐറ്റം നിങ്ങൾക്കറിയോ? ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടമാണ് കേട്ടോ ഇത്. 2 മിനിറ്റും 700 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ആനക്കുളത്തേക്ക്. Oh, I am so excited, guys. I am so excited. അവിടെ ചെല്ലുമ്പോ ആനയെ കാണുമോ എന്നൊന്നും എനിക്ക് അറിയൂല. പക്ഷെ കണ്ടാൽ ഭാഗ്യം. കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാരും പൊതുവെ പറഞ്ഞത് കാണാൻ പറ്റും എന്നൊക്കെയാണ്. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര അധികം എക്സൈറ്റ്മെന്റിലാണ്, ഭയങ്കര അധികം സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ആനയെ കണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് നോക്കി ഒരു ആനയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് കേട്ടോ നിൽക്കുന്ന ഫുൾ ഫാമിലിയോടെ തന്നെ ആനകൾ. പിന്നെ എനിക്ക് ഒരുപാടധികം സന്തോഷമായി. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ആനക്കുളത്തേക്ക്. അങ്ങനെ നമ്മൾ ആനയൊക്കെ കണ്ടിട്ട് യാത്ര തിരിച്ചു കേട്ടോ. ഇവിടെ ഉള്ളവർ പറഞ്ഞു അത്യാവശ്യം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ആക്കിയാൽ മാത്രമേ ആനയെ കാണാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് ഭാഗ്യത്തിന് ആനയെ കാണാനും പറ്റി, അധികം വെയിറ്റ് ആക്കേണ്ടിയും വന്നില്ല. പിന്നെ ആനക്കുളത്തിൻ്റെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ ആന വെള്ളം കുടിക്കാൻ വരുന്നതല്ല കേട്ടോ. അവർക്ക് വേണ്ട എന്തോ ഒരു മിനറൽസ് ആ വെള്ളത്തിലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതാണ് അവർ സമയം എടുത്തിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. ഈ ഒരു സീക്രട്ട് പറഞ്ഞു തന്നത് ഇവിടുത്തെ ചേട്ടനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആനകളെ ഇവിടെ കാണാനായിട്ട് പറ്റുമേ. അപ്പൊ നമ്മൾ അടിമാലിയിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതോ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം സമയം ഇപ്പൊ 11 മണിയായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഓർഡർ ആക്കാം. ഞാൻ നല്ല ടയേർഡായിരുന്നേ, അപ്പോൾ ഒരു ചായ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ചായ കുടിക്കാം. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടേ. അപ്പൊ നമ്മൾ ഇന്ന് ഓർഡർ ആക്കിയിരിക്കുന്നത് നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ സലാഡ്, ലൈമ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് പോർഷൻ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ടേ, കുറച്ച് ബീഫ് കറി, കുറച്ച് സലാഡ്. നിങ്ങളുടെ നോക്കാമേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ഇത്രയും നല്ല ഫുഡ് കിട്ടാന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെ വേണം കേട്ടോ. അപ്പൊ അടിപൊളി ഫുഡാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. അത്യാവശ്യം തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇഫ്താർ. പിന്നെ ഒരുപാട് ഡിലേ ആക്കാതെ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഒന്ന് വന്ന് കയറി കണ്ടതാണ്. അടിപൊളി ആംബിയൻസും ഫുഡും അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ബീഫ് കറിയും നെയ്ച്ചോറും ആയിരുന്നു. ഒരു രക്ഷയില്ല. ഈ സമയത്ത് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ മൂന്നാറാണ്. മൂന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് അടിമാലിയിലാണ് നമ്മുടെ എക്സ്ട്രാ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടിമാലി ടൗണിന് സമീപത്തായിട്ടാണ്. ഇഫ്താർ ഹോട്ടലാണ്. ഞങ്ങൾ പഴയ ഹോട്ടലിന് കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഏകദേശം 1.5 മാസമായുള്ളൂ ഇങ്ങോട്ട് മാറി, പുതിയ സ്ഥാപനത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഞങ്ങളത് 24 hours ആക്കണമെന്നാണ്. 24 hours നല്ല ഫുഡ് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു 11:30 വരെ ആണ് വൈകിട്ട് നമ്മളുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ കുഴിമന്തി, അതുപോലെ തന്നെ അൽഫാം മന്തി, ഷവർമ, ഷവായി, ബിരിയാണി, നാടൻ മീൽസ്,
ചൈനീസ് വിഭവങ്ങൾ, നാടൻ വിഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. 24 അവേഴ്സും ചായ സ്നാക്സ് കിട്ടുന്ന 24 ടീ ടൈം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടത് സന്തോഷം. വരുമ്പോൾ എല്ലാവരും വരിക. അപ്പം നിങ്ങളിലൂടെ പലരും അറിയാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇഫ്താർ വരുന്നത് നമ്മുടെ മൂന്നാർ അടിമാലി റൂട്ടിലാണ്. അപ്പോൾ ഗുഡ് സർവീസും ആണ്, നല്ല ഫുഡും ആണ്, നല്ല ആംബിയൻസും ആണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവർ മസ്റ്റ് ട്രൈ അങ്ങനെ എക്സ്പീരിയൻസ്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിറങ്ങി. നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ വീടെത്തുന്നതാണ് കാണുന്നത്. അടിമാലിയിൽ നിന്ന് നമ്മൾ വന്ന റൂട്ട് തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട വഴിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ പോയ യാത്രയിലെ വിശേഷങ്ങളും സ്ഥലങ്ങളും അതുപോലെ തന്നെ റൂട്ടുകളും ഫുഡുകളും റെസ്റ്റോറൻറ്റും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.